നമുക്കിന്ന് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാവേ. ഒന്നും അറിയാൻ പാടില്ല എന്നുള്ളവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അതേപോലെ കറിയൊന്നും ഇല്ലെങ്കിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാനൊരു കുക്കറാണ് വെച്ചേക്കുന്നത്. കുക്കർ വെച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം. അതിനോടൊപ്പം തന്നെ കുറച്ച് നെയ്യും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് രണ്ടും കൂടെ ആ ചൂടൊക്കെ മാറി ഒന്ന് സെറ്റായി വരട്ടെ. അരച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്നറിയാവോ? കുറച്ച് കുരുമുളക്, ഏലയ്ക്ക, ഗ്രാമ്പു, കറുവപ്പട്ടയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ എൻ്റെ ഇല്ലായിരുന്നു സാധനം. ഇനി അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 2 സവോള അരിഞ്ഞതും കൂടി ചേർത്ത് വെക്കാം. നമ്മൾ ഈ സവോള ഇടുമ്പം തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാവേ. പച്ചമുളകും നമ്മൾ ആദ്യം ഇട്ട കുരുമുളകും നമ്മുടെ എരിവിനനുസരിച്ചാണ്. എത്രയാണോ നമ്മളുടെ ആ ഒരു എരിവ്, ഇതിന് നമ്മൾ എന്താണോ സൈഡ് ഡിഷ് ആക്കാൻ പോകുന്നത് അതിനനുസരിച്ച് വേണം എരിവ്. സൈഡ് ഡിഷ് പ്രത്യേകിച്ചൊന്നും ഇല്ല, തൈര് മാത്രമൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. എങ്കിലേ നമുക്ക് ആ ഒരു ഫ്ലേവർ ഒക്കെ നന്നായിട്ട് ആ ഒരു എരിവൊക്കെ കിട്ടുള്ളേ. നമ്മുടെ സവോള ഒന്ന് വഴണ്ട് വരുമ്പോൾ, ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കൊരു 10 തൊട്ട് 15 അല്ലി വെളുത്തുള്ളി വരെ ഒന്ന് ചേർത്ത് കൊടുക്കാമേ. ഇപ്പൊ നമ്മുടെ സവോളയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് പുതിന ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇത്രയും കൂടി പുതിന ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ എൻ്റെ ഇത്രേ ഉള്ളൂ ഇപ്പൊ. അപ്പൊ നമ്മുടെ പുതിനയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം നല്ല ലോയിൽ ഇടണേ. എന്നിട്ട് ഞാൻ 4 തക്കാളി, ഒരു അത്യാവശ്യം മീഡിയം സൈസിൽ വരുന്ന തക്കാളിയാണ്, ഒരു വലിയ തക്കാളി, ബാക്കി 3 മീഡിയം സൈസിൽ വരുന്നതും കൂടി ഒന്ന് അരച്ച് പ്യൂരിയാക്കി എടുത്തിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കാം. അപ്പം ഇത്രയും നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മളിട്ട പച്ചമുളകും കുരുമുളകും ഇല്ലേ, അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ എരിവിന്റെ പാകമാണോ നോക്കുക. അതല്ല കുറച്ചും കൂടെ എരിവാണ് വേണം, എന്തായാലും മുളക് പൊടി ഇടണം. പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്. ഞാനിപ്പോ ഒരു കുഞ്ഞി സ്പൂണിന് ഒരു 3 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിപ്പൊടി വന്നിട്ട് കുറച്ച് മതിയേ. അപ്പൊ ഇതിനെ ഒരു 3/4 സ്പൂൺ കണക്കാക്കി മല്ലിപ്പൊടിയും കൂടി ഇട്ടു. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി നമുക്ക് അവസാനം ഒന്ന് നോക്കണം ഉപ്പ്. പക്ഷെ ഇപ്പൊ തൽക്കാലം നമുക്കൊരു കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആവണേ. അപ്പൊ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അതൊന്ന് മിക്സ് ആവുന്നത് വരെ, അതായത് ഒരു 1 to 2 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ആ റൈസും കൂടി ഇടുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എരിവ് ഉണ്ടാവുമോ എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച്, പക്ഷെ ഇത് മതിയാവും. വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല സ്പൈസി ആയിട്ട് കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു പാകമുണ്ട്. അതായത് നമ്മൾ ഇതെല്ലാം കൂടെ വഴറ്റി കഴിയുമ്പോൾ എണ്ണ ഇങ്ങനെ നമ്മളെ പോലെ ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു പാകമുണ്ട്. ആ സമയത്ത് നമ്മൾ നേരത്തെ മീൻസ് ഒത്തിരി നേരത്തെ നല്ല ഒരു 5 മിനിറ്റ് മുമ്പ് കഴുകി തോരാനായിട്ട്, അതായത് ഒട്ടും വെള്ളം ഇല്ലാതെ വേണം നമ്മൾ ഈ അരി ഇതിനകത്തേക്ക് ഇടാനായിട്ട്. അപ്പോ അരി ഇടാം. ഞാൻ അരി എടുത്തിരിക്കുന്നത് ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്കത് ജസ്റ്റ് ഈ മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്നത് നമ്മുടെ നോർമൽ ബസ്മതി റൈസാണ്. നമ്മൾ ബിരിയാണി ഒക്കെ വെക്കാനായിട്ട് വാങ്ങുന്ന അരിയില്ലേ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ റൈസാണ് കേട്ടോ ഞാനിപ്പോ എടുത്തിരിക്കുന്നത്. ഇതേപോലെ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മളിപ്പോ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അല്ലേ അരി ഇട്ടത്, അപ്പോ ഇതിന്റെ ഇരട്ടി വെള്ളം ഒഴിക്കണം. അതായത് ഇതിന് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അതും ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. ഞാൻ എടുത്തിട്ട് വരാവേ. അപ്പൊ ഞാൻ എന്താ ഇതിന് 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1, 2. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് കേട്ടോ. നമ്മൾക്കിപ്പോ 1 ഗ്ലാസ് ആണെങ്കിൽ 1 ഗ്ലാസ് അരിയിൽ ഉണ്ടാക്കാം. അപ്പൊ എത്ര വെള്ളം ഒഴിക്കണം? 2. ഓക്കെ. ഞാനൊരു 3-4 മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. അതിനുശേഷം നമ്മൾ ഉപ്പിടുകയാണ്. ഉപ്പ് എങ്ങനെ ഇടുകയെന്ന് അറിയാവോ? നമ്മൾ ചിക്കൻ കറി ഒക്കെ വെക്കുമ്പോൾ ഉപ്പിടത്തില്ലേ? അതായത് ആദ്യത്തെ മസാലയ്ക്ക് നമ്മൾ ഉപ്പൊന്നും നോക്കൂല. അപ്പൊ ആ ചിക്കനും കൂടെ പാകത്തിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപ്പിടുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ഒരു പൊടിക്ക് മുകളിലായിരിക്കണം. പാകത്തിന് ഇടരുത്,
നമുക്ക് തോന്നണം അയ്യോ ഉപ്പ് ഒരു പൊടി കൂടുതലാണല്ലോ എന്നുള്ളതാണ് നമ്മുടെ പരുവം. കൊച്ചുമോള് അപ്പൊ ഉപ്പൊക്കെ നമ്മൾ കൂടുതൽ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മുടെ കുക്കർ അങ്ങ് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടി വെക്കുക. ഒരു 2 മിനിറ്റ് ആവുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ്. അപ്പോൾ നമ്മുടെ അടിപൊളി ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്.